ശങ്കർ, ഈ ബി.ജെ.പിയും ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയാണ്. നിങ്ങളും സർക്കാരിന്റെയും പാർട്ടിയുടെയും ഭാഷയിൽ പറഞ്ഞാൽ ഈ നുണപ്രചാരണത്തിന്റെ ഭാഗമായിരിക്കുകയാണോ? ഒരിക്കലുമല്ല ഗോപീഷൻ. ഇതിൻ്റെ ശ്രീ സലാം പറഞ്ഞ കണക്കുകളുടെ മറ്റ് ഭാഗങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ചിത്രം നോക്കിയാൽ മനസ്സിലാവും, ആരോഗ്യ കേരളം എന്ന് ഇവർ വാഴ്ത്തിപ്പാടുന്ന ഒരു സംഭവം അതൊരു മഹാസംഭവമല്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. ഞാൻ കുറച്ച് സമയമെടുത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ തലശ്ശേരി മെഡിക്കൽ കോളേജുകളിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സ്ലാബ് തകർന്നു വീണു എന്നും കണ്ണൂരിലെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മറ്റൊരു രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായി എന്നും ഇപ്പോൾ താങ്കളുടെ ഈ 24 ന്യൂസിൽ തന്നെ വാർത്ത വരുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് 5 ദിവസം പൂട്ടിയിട്ടു എന്ന വാർത്ത നമ്മൾ കുറച്ച് ദിവസം കണ്ടു. ICUവിൽ ഈ കഴിഞ്ഞ മഴയിൽ വെള്ളം കയറിയിട്ട് ICUവിൽ നിന്ന് ആൾക്കാരെ പുറത്തേക്ക് ഇറക്കിയ വാർത്തയും നമ്മൾ കണ്ടിരുന്നു. തൊടുപുഴയിലും ഇതേപോലെ വെള്ളം കെട്ടുന്നു, ടർപ്പായ കെട്ടിയിട്ടാണ് അവിടെ തൊടുപുഴയിലെ കുറച്ച് ദിവസമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നു. ഇത്തരത്തിൽ കേരളത്തിലെമ്പാടും കൊടിയ അനാസ്ഥയാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ കേരളം എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതായിരുന്നു. ഓരോ കോളേജിൻ്റെയും വലുത് തന്നെ ഓരോ കാര്യം ഞാൻ പറയുന്നില്ല, മറ്റുള്ള പല സംഭവങ്ങളുമുണ്ട്. ഇത് നോക്കി പിന്നെ കാലിക്കറ്റ് MRI സ്കാനിങ് 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന കണക്ക് വരുന്നു. കണ്ണൂരെ ഒരു ഗ്യാസ്ട്രോ അവരുടെ ഡിവിഷൻ ഗ്യാസ്ട്രോൻ്റെ 4 വർഷമായിട്ട് അവിടെ ഗ്യാസ്ട്രോൻ്റെ പ്രവർത്തിക്കുന്നില്ല. അവിടെ ഒരു ഡോക്ടറുമില്ല, ഒന്നുമില്ല. കാസർഗോഡ് 2012 തുടങ്ങിയത് OP മാത്രമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. 275 ഡോക്ടർമാരും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫും വേണ്ടെടുത്ത് 90 പേരെ വെച്ചു. 80 പേര് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, OP മാത്രം. ഞാൻ ഏതാണ്ട് ഒരു കണക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ച ബഡ്ജറ്റിൽ 40% വെട്ടിക്കുറച്ചു എന്നുള്ള ഒരു കഥയും ഒരു കണക്കുകളും നമ്മൾ ഈയിടെയായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്ത്രീകൾക്ക് ഈ പൊളിച്ച അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ തകരാൻ സാധ്യതയുള്ള ഈ കെട്ടിടത്തിലേക്ക് ആ ശുചിമുറി ഉപയോഗിക്കേണ്ടി വന്നത്? മറ്റ് കെട്ടിടങ്ങളിൽ അധികം ആളുകളുണ്ട്, അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ. സലാം ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞു, മറ്റുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും ധാരാളമായി ആളുകൾ വരുന്നു. 1000-ഉം 1200-ഉം ബെഡുകളുള്ള സ്ഥലത്ത് 2000-ത്തിനടുത്തുള്ള ആൾക്കാർ വരുന്നു, കിടക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അത് വലിയൊരു കഴിവായി പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കണക്ക് 2016-ൽ 38,400 ബെഡുകളുമായിട്ടാണ് കേരളം ഈ സംസ്ഥാനത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇന്ന് 2025-ൽ ഈ സംസ്ഥാന സർക്കാർ നിലവിലുള്ളപ്പോൾ 38,526 ബെഡുകൾ മാത്രമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത്. അതായത് 126 ബെഡുകൾ മാത്രമാണ് ഈ 10 വർഷം കൊണ്ട് ഇവർക്ക് ഉയർത്താൻ പറ്റുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ, അതുപോലെ കർണാടകയിലും തമിഴ്നാട്ടിൽ പോലും 10% കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർ ഉയർത്തിയിരുന്നത്. ഏതാണ്ട് 4,000-5,000 ബെഡുകൾ അഡീഷണൽ ആയിട്ട് വരുന്നു. നമുക്ക് നോക്കൂ, കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിൽ പോലും ഭേദപ്പെട്ട നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരുടെ എല്ലാം വളരെ കുറഞ്ഞ സാമ്പത്തികമായ ചിലവിൽ നൽകാവുന്ന നല്ല മെഡിക്കൽ ആശുപത്രികൾ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് അതും കൂടി ഇല്ലായിരുന്നെങ്കിലത്തെ സ്ഥിതി എന്തായിരുന്നു? അപ്പോൾ അത്തരം ആശുപത്രികൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് ഇത്രയേറെ കുത്തിക്കയറ്റം ഇല്ലാത്തത്, ജനങ്ങളുടെ വരവ് കുറയുന്നത്. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ വളരെ കൂടിയേനെ. മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കൂ, 10%-ഓളം 4,000-5,000 ബെഡുകൾ കൂട്ടിയപ്പോൾ ഇവിടെ 146 ബെഡുകൾ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അതുപോലെ PSCയുടെ കാര്യത്തിൽ ഏതാണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, 2015-ൽ 842 PSC ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ 856, വെറും 14 പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സ് അത് മാത്രമാണ് ഇവർക്ക് തുടങ്ങാൻ സാധിച്ചിരിക്കുന്നത്. ഇതെല്ലാം കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വളർച്ചയുണ്ടായിട്ടില്ല, എന്നാൽ തകർച്ചയുണ്ടായിരിക്കുന്നു, കാര്യമായ നേട്ടം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഹൃദയ ശസ്ത്രക്രിയ നടന്നു. അതെല്ലാം അവിടുത്തെ ഡോക്ടർമാരുടെ കഴിവുകൊണ്ടാണ് നടന്നതാണ്, സർക്കാരല്ലല്ലോ, ആരോഗ്യമന്ത്രിയും വാസവനും അല്ലല്ലോ ഇത് നടത്തുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരിൻ്റെ ചിലവെന്താണുള്ളത്? അവിടെ മിനിമം ഫെസിലിറ്റി കൊടുത്തു, കഴിവുള്ള ഡോക്ടർമാർ അത് ചെയ്യുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇവിടെ ഈ ഇതിൽ അനാസ്ഥ, കൊടിയ അനാസ്ഥ. സലാം, ഒരു മിനിറ്റ് സലാം. ഒരൊറ്റ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ഒരൊറ്റ കാര്യം കൂടി. ഇവിടെ കൊടിയ അനാസ്ഥ ഉണ്ടായി എന്ന് പറയാനുള്ള മറ്റൊരു കാരണം, ഇവിടെ ആരോഗ്യമന്ത്രിയും വാസവനും ഇവിടെ വരുന്നു, അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുടുംബത്തേക്ക് എന്തുകൊണ്ട് ഇവരാരും പോയില്ല? കുടുംബത്തേക്ക് പോയപ്പോഴും പോലും നോക്കൂ, ഒരു രാജാവിനെ പോലെ ഇരിക്കുകയും ആ വിശ്രുതനെന്ന ഭർത്താവിനെ നിർത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത്
ഒരു മന്ത്രിക്ക് ചേർന്നതാണ്. ഒരു ജനകീയ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രാതിനിധ്യമുള്ള മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി അങ്ങനെയാണോ സംസാരിക്കുന്നത്? ഏതായാലും ശ്രീ എച്ച് സലാമനൊക്കെ മറുപടി പറയട്ടെ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ കണക്കുകൾ വെച്ചാണെങ്കിൽ കണക്കുകൾ വെച്ച് സംസാരിക്കുക, അതല്ല വൈകാരികമായ അംശമാണെങ്കിൽ അതുമുണ്ട് ഈ കാര്യങ്ങളിൽ. ഏതായാലും വസ്തുതകളെ വസ്തുതകളായി നമ്മൾ പരിശോധിക്കുകയും അതേസമയം തന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും വേണം. അതുകൂടിയാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരേണ്ടത്. എന്നാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കൂടി കലർന്നിട്ടുണ്ട്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം